വിമർശനങ്ങൾക്കിടെ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായക അറസ്റ്റ് നടത്തിയ SIT സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരിയും തട്ടിയെടുത്ത സ്വർണ്ണം വാങ്ങിയ ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധനുമാണ് അറസ്റ്റിലായത്. അതേസമയം SITക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സമ്മർദ്ദമുണ്ടെന്ന ആരോപണം പ്രതിപക്ഷം ആവർത്തിച്ചു. ശബരിമലയിൽ നിന്ന് ഒന്നാം പ്രതി കടത്തിയ സ്വർണ്ണപ്പാളികൾ പങ്കജ് ഭണ്ഡാരി സിഇഒയായ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലേക്കാണ് കൊണ്ടുപോയത്. അവിടെ വെച്ചാണ് സ്വർണം വേർതിരിച്ചെടുക്കുന്നത്. വേർതിരിച്ച സ്വർണം കൽപേഷ് എന്ന ഇടനിലക്കാരൻ വഴി ബെല്ലാരിയിലെ റൊദ്ധം ജ്വല്ലറി ഉടമ ഗോവർദ്ധന് വിറ്റുവെന്നാണ് SITയുടെ കണ്ടെത്തൽ. 800 ഗ്രാമിലധികം സ്വർണം ഗോവർദ്ധന്റെ ജ്വല്ലറിയിൽ നിന്ന് SIT കണ്ടെത്തുകയും ചെയ്തിരുന്നു. ശബരിമലയിലെ സ്വർണമാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഇരുവരും പോറ്റിക്ക് കൂട്ടുനിന്നത്. അന്വേഷണത്തെ വഴിതിരിച്ചുവിടാൻ പങ്കജ് ഭണ്ഡാരി ശ്രമിച്ചെന്നും SIT കണ്ടെത്തി. ഭണ്ഡാരിയിൽ നിന്ന് കൂടുതൽ രേഖകളും SIT പിടിച്ചെടുത്തിട്ടുണ്ട്. എന്നാൽ SITക്ക് മേൽ സർക്കാർ സമ്മർദ്ദം ചെലുത്തുന്നുവെന്നായിരുന്നു പ്രതിപക്ഷ ആരോപണം. SITയുടെ മീതെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ മീതെ അനാവശ്യമായി സമ്മർദ്ദം ചെലുത്തുന്നു. അവരുടെ സമ്മർദ്ദം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ആളുകളുടെ അറസ്റ്റിലേക്ക് നീങ്ങുന്നില്ല. ഹൈക്കോടതി ആ ആരോപണത്തിന് 2 അടിവരയിട്ടിരിക്കുക. ഹൈക്കോടതി തന്നെ കൂടുതൽ ഉന്നതന്മാർക്ക് ഇതിൽ പങ്കുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഉന്നതന്മാരിലേക്ക് അന്വേഷണ സംഘം എത്തിയിട്ടില്ല. സർക്കാരിന്റെ രാഷ്ട്രീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി അന്വേഷണത്തെ അതിന്റെ ഗതിവിഗതികളെ നിയന്ത്രിക്കുകയാണ്. ഇരുവരെയും വിശദമായി ചോദ്യം ചെയ്ത ശേഷം കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കും. ഇടനിലക്കാരനായ കൽപേഷിനെയും അറസ്റ്റ് ചെയ്യാനാണ് SITയുടെ തുടർ നീക്കം. റിപ്പോർട്ടർ, തിരുവനന്തപുരം.